ദേവാമൃതം. ദേവാമൃതത്തിലിനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജ്യോതിഷാചാര്യൻ, നമ്മുടെ എല്ലാം ഗുരുതുല്യനായ ശ്രീ കുടമാളൂർ ശർമാജിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്കാരം. തൃശ്ശൂരിൽ നിന്ന് വിജേഷ് എഴുതുന്ന കത്താണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു. നല്ല ഓഫറുകളൊന്നും ലഭിക്കുന്നില്ല. ഭാവിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. സൂര്യനും ചന്ദ്രനും കൂടി ഒരുമിച്ച് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ജാതകമാണ്. അപൂർവമാണ്, എങ്കിലും അങ്ങനെ സൂര്യചന്ദ്രന്മാർ കർമ്മസ്ഥാനമായ ലഗ്നത്തിൻ്റെ 10ാം ഭാവത്തിൽ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി ശുഭവേളയിലുള്ള ജനനമാകയാൽ ലോഹങ്ങൾ, അതുപോലെ തന്നെ കല്ല്, തടി ഇവയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബിസിനസ്സുകളോ തൊഴിലുകളോ അല്ലെങ്കിൽ ടർണർ, ഫിറ്റർ, ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇത്യാദികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളോ ജോലികളോ ഒക്കെ വഹിക്കാനുള്ള യോഗങ്ങളും, കാലക്രമേണ ആ ജോലികൾക്ക് പുറമേ ഇവയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്രയവിക്രയ ബിസിനസ്സുകൾ നടത്തുവാനോ യോഗമുണ്ട്. അതിൻ്റെ ആരംഭം 2018 ഒക്ടോബർ മാസം മധ്യം മുതൽ 19 ഡിസംബറിന് ഉള്ളിലായി സപ്ത സാധ്യത, അതായത് വ്യാജഗ്രഹം സപ്തരാശിയിൽ നിൽക്കുന്ന ഈ കാലം ഇതിന് തുടക്കമിടുകയും ഏതെങ്കിലും തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അതോടൊപ്പം തൊഴിൽശാലയോ വർക്ക്ഷോപ്പോ ഏതെങ്കിലും ഒക്കെ സ്ഥാപിക്കാനും, അതുപോലെ തന്നെ വിദേശത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ എന്തെങ്കിലും വർക്ക്ഷോപ്പുകളോ മെക്കാനിക്കൽ സെക്ഷനുകളോ ഇരുമ്പുരുക്ക് മറ്റേതെങ്കിലും ലോഹങ്ങളായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെ കല്ല്, തടി മുതലായവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സെയിൽസ് തുടങ്ങുവാനൊക്കെയുള്ള സാധ്യതകൾ വളരെയുണ്ട്. കാലോചിതപരമായ ഈ വക മേഖലകൾ ഏതെങ്കിലും ചെയ്യാം അതിനുള്ള അവസരങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പുതിയ ഒരു സ്ഥലത്തെ ഒരു കലക്ടർ ചാർജ് എടുത്താൽ പരാതികളും പരിഭവങ്ങളും ആയിട്ട് ചെല്ലുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിവേദനങ്ങളുമായി ചെല്ലുന്ന ആളുകൾക്ക് ഞാനിപ്പം വന്ന് ജോയിൻ്റ് ചെയ്തതേ ഉള്ളൂ, കേസൊക്കെ പഠിക്കട്ടെ, ഫയലൊക്കെ പഠിക്കട്ടെ, വേണ്ടത് ചെയ്യാം, ധൈര്യമായി പോയിക്കോളൂ, എന്നാലാകാവുന്ന എന്തും ചെയ്യാം, അതുകൊണ്ട് കേസൊക്കെ പഠിക്കട്ടെ, സ്ഥലത്തെ പ്രധാനികളൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്ന പോലെയും, അല്ലെങ്കിൽ രാവിലെ 6:30 സൂര്യൻ ഉദിച്ചാൽ 9 മണിയെങ്കിലും ആവണം, അതിൻ്റെ ചൂട് ശരിയായിട്ട് കിട്ടണം എന്ന് പറയുന്നത് പോലെയും വ്യാജഗ്രഹം സപ്തമസ്ഥാനത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഭരണം നടക്കണമെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ രാവിലത്തെ 9 മണി ആവുമ്പോഴുള്ള ചൂട് പോലെയും, അല്ലെങ്കിൽ നഗരപ്രധാനി ചാർജ് എടുത്തതിന് ശേഷം ഒരു 1-2 മാസം കൊണ്ട് ഭരണം തുടങ്ങുന്നു എന്ന പോലെയും, അല്ലെങ്കിൽ ഒരു സ്കൂൾ 10 മണിക്ക് മണിയടിച്ചു 10:30 ആവും ക്ലാസ് തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന പോലെയും വ്യാജഗ്രഹം സപ്തമസ്ഥാനത്തേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിച്ച് ഉടൻ തന്നെ അതിൻ്റെ ഫലം ലഭ്യമാകണം എന്നില്ല. ഒരു പക്ഷേ ലഭ്യമായിക്കൂടാന്നുമില്ല. അതുകൊണ്ടാവാം ചാനലിലേക്ക് ഈ സമയം ഈ കത്ത് വരുവാനും ഇവയെപ്പറ്റി വിശകലനം നടത്തുവാനും, എന്താണ് സപ്തമ വ്യാഴവും മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിട്ട് എൻ്റെ ഭാവി എന്താണ് എന്നൊക്കെ അറിയുവാനും ജ്യോതിഷപരമായി ഒരു മാർഗനിർദ്ദേശം അറിയുവാൻ ഇപ്പം കൈ കിട്ടിയതും, ഞാനിത് വായിക്കാനിടയാവുന്നതും ഇത് കേൾക്കാനിടയാവുന്നതും ഒക്കെ അതിൻ്റെ ഫലമാണ്. മറ്റേതെങ്കിലും ഇതര ബിസിനസ് മേഖലകളിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗത്തിനോ ശ്രമിക്കുന്നവർക്കൊക്കെ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ അടുത്ത് വരുന്ന ഒരു വർഷത്തേക്കിന് താൽക്കാലികമെങ്കിലും ഒരു ജോലി പ്രവേശിക്കുവാനോ, വിദേശത്തേക്ക് വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക്, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവർക്ക്, പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പേപ്പേഴ്സെല്ലാം കറണ്ടാവാനോ,
പുതിയ രാജ്യത്തേക്ക്, പുതിയ കമ്പനിയിലേക്ക് ഒക്കെ ജോലി കിട്ടുവാനോ അവിടെ എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ, ബിസിനസ്സുകൾ, പ്രത്യേകിച്ച് ഇതുപോലെ സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് നിൽക്കുന്ന രാശിക്കാരാണെങ്കിൽ മെക്കാനിക്കൽ ട്രേഡ്, അല്ലെങ്കിൽ ടർണർ, പ്ലംബർ, ഫിറ്റർ, മെക്കാനിക്കൽ എൻജിനീയറിംഗ് വർക്ക്ഷോപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട ലോഹങ്ങൾ ആയിട്ടുള്ള ഫാബ്രിക്കേഷൻസ്, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുവാൻ ഉള്ള സാധ്യതയും, അവിവാഹിതർക്ക്, ഈ രാശിയിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, ആദ്യത്തെ 30 നാഴിക വിവാഹാദികൾ ഉറയ്ക്കുവാനും, വിവാഹമൊക്കെ വേണ്ട എന്നൊക്കെ വിചാരിച്ച് കുടുംബത്തിൻ്റെ ദുരിതങ്ങൾ കൊണ്ടോ തൊഴിൽപരമായ ക്ലേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് നടത്താൻ സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടോ വൈഷമ്യത്തിലേറിയിരിക്കുന്ന യുവതീ യുവാക്കൾക്ക്, അതായത് പ്രായം വളരെയധികം കൂടി നിൽക്കുന്ന യുവതീ യുവാക്കൾക്കൊക്കെ ഈ പറഞ്ഞ കാലഘട്ടം വിവാഹത്തിന് പറ്റിയ സമയമാണ്. പുനർവിവാഹത്തിന് ആലോചിക്കുന്നവർക്കും പ്രായം ചെന്ന് വിവാഹം ആലോചിക്കുന്നവർക്കും ഈ സമയം സൂട്ടബിളാണ്. ഗൃഹം, വസ്തു, വാഹനം, വീട്, വിദേശം എന്നിവയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെയുള്ള സാക്ഷാത്കാരങ്ങളായില്ലെങ്കിലും അവർക്ക് ഭവനം പണിയാനോ ഒരല്പം വസ്തു വാങ്ങാനോ, അല്ലെങ്കിൽ ഒരു 2ാം നില പണിയാനോ, അല്ലെങ്കിൽ ഒരു മെയിൻ്റെനൻസ് നടത്തുവാനോ, ഒരു 2 മുറിയും കൂടെ അഡീഷണൽ പണിയുവാനോ, അല്ലെങ്കിൽ പഴയ വണ്ടി മാറി പുതിയൊരു വണ്ടി എടുക്കുവാനോ, അതുപോലെ തന്നെ ഏതെങ്കിലും ഫ്ലാറ്റ് യുഗങ്ങളാണ്, ഫ്ലാറ്റോ ഏതെങ്കിലുമൊക്കെ കയ്യിലുള്ള തുകയ്ക്ക് ലോണിനും ഒക്കെ ഒരു 2 മുറി എടുക്കലൊക്കെ ചെറിയ തോതിൽ മുതൽ വലിയ തോതിലേക്കൊക്കെ ഉള്ളവർക്ക് പോലും അവരുടെ ആശയങ്ങൾ, മനോവ്യാപാരങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ പോലെ സാധിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രയത്നിക്കുന്നവർക്ക് സാധിക്കും. ഇദ്ദേഹത്തിന് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിട്ട് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് മുതലായത് നല്ല നിലയിൽ നടത്തുവാനോ ഉള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു മഹാഭാഗ്യ യോഗമാണ് കാണുന്നത്. ഇവർക്ക് സാധാരണ നിലയിൽ 27 വയസ്സിന് ശേഷം 37-നുള്ളിലായി വൈശ്യം വിട്ട് ഭാഗ്യഭാസ്കരൻ ഉദിച്ചിടും എന്നാണ്. അതായത് വലിയ ഭാഗ്യദേവതകൾ കടാക്ഷിക്കും, ശത്രുക്കളും തടസ്സങ്ങളും ദാരിദ്ര്യങ്ങളും നിഷ്പ്രഭമാകും, തടസ്സങ്ങൾ വഴിമാറും, ഐശ്വര്യങ്ങൾ മാടി വിളിക്കും, ഒരു മനസ്സിന് സന്തോഷവും കുളിർമയും ശരീരത്തിന് പുഷ്ടിമയും ഒരു സൗന്ദര്യവും ആകാരഭംഗിയും വാക്സിദ്ധിയും കുടുംബത്തിലും സമുദായത്തിലും സമൂഹത്തിലും ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടം. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.